ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഇങ്ങോട്ട് വന്നേ നീ. എന്റെ പെണ്ണിനെ കാണുന്ന പറഞ്ഞ ബഹളല്ലായിരുന്നു ഇത്രയും നാള്. എന്നിട്ട് ഇപ്പൊ ദൂരെ മാറി നിൽക്കുന്നോ? നസ്രിയായിട്ട് പെട്ടെന്ന് വാ. അവന് വിടാൻ ഫെബി ഒരുക്കല്ലായിരുന്നു. ഇതാ വരുന്നൂടാ. കോൾ കട്ടായതും നസ്രിയെയും വിളിച്ച് അവൻ അവരുടെ അരികിലേക്ക് നടന്നു. ഫെബിയോട് എന്തോ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കായിരുന്നു ആദി. പെട്ടെന്നാണ് സ്വിച്ച് ഇട്ട പോലെ അവൾ സ്റ്റെക്കാവുന്നതും നോട്ടം തങ്ങളിലേക്ക് നടന്നു വരുന്നതിൽ മാത്രം തറഞ്ഞുപോയി. അവളുടെ ആ അന്തിച്ചുള്ള നിൽപ്പ് കണ്ട് ഫെബിയുടെ മിഴികൾ ഒരു നിമിഷം പുറകിലേക്ക് ചലിച്ചു. നജീബ്. അവന്റെ ചുണ്ടുകൾ പതുക്കെ മൊഴിഞ്ഞു. സ്റ്റേജിലേക്ക് എടുത്തു വെക്കുന്ന ഓരോ ചൂടിലും നജീബിന്റെ ഹൃദയം എന്തിനെന്നില്ല വിറച്ചുകൊണ്ടിരുന്നു. പേരറിയാത്ത എന്തൊക്കെയോ അവന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടി. എവിടെ പോയി കിടക്കിയിരുന്ന തെണ്ടി, അരികിലേക്ക് വരാൻ നിനക്കെന്താ ഇത്ര മടി? എന്താടി? നജീബിനെയും നസ്രിയെയും നോക്കി മുഖം കനപ്പിച്ച ഫെബി. അവന്റെ ശബ്ദം ഉണർന്നപ്പോഴാണ് ആദ്യ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുന്നത്. കണ്ണുകൾ വിടർത്തി മുന്നിൽ നിൽക്കുന്നവരെ നല്ലോണം നോക്കി തനിക്ക് തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി. ആദി, നജീബ് എന്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാ. ഇതവന്റെ വൈഫും മോളും. ഫെബി അവൾക്ക് പരിചയപ്പെടുത്തി. നോട്ടം തമ്മിലടഞ്ഞപ്പോൾ ഇരുവരും വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ നമ്മളെപ്പോലെയൊന്നും അല്ല കേട്ടോ. 3-4 വർഷം പ്രണയിച്ചിട്ടാ ഇവര് കല്യാണം കഴിച്ച്. അലക്ഷ്യമായി പറഞ്ഞുകൊണ്ട് നജീബിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി അവൻ ഇരുകവളിലും മാറി മാറി ചുംബിച്ചു. എന്താ? ഫെബി പറഞ്ഞു. വിശ്വസിക്കാൻ കഴിയാതെ ആദിയുടെ ശബ്ദമുയർന്നു. പ്രണയം, വിവാഹം, ഇവര് പ്രണയിച്ച് കല്യാണം കഴിച്ചാണെന്നോ? ആ, എന്തേ? ഒന്നുമില്ലെന്ന് ആദ്യ യാന്ത്രികമായി തലയാട്ടി. നോട്ടം നജീബിന്റെ മുഖത്തായിരുന്നു. കണ്ണുകൾ പിൻവലിക്കാൻ സാധിച്ചില്ല അവൾക്ക്. അവന്റെ മുഖത്ത് മിന്നിമായുന്ന ഓരോ ഭാവങ്ങളും കാണെ കേട്ടത് സത്യമാണെന്ന് ബോധ്യമാവുകയായിരുന്നു. നീ മോളെ കണ്ട ആദി? ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഫെബി കുഞ്ഞിനെ അവൾക്ക് നേരെ നീട്ടി. അവന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ചുറ്റുപാട് ശ്രദ്ധിക്കുന്നത് തന്നെ. ഒരു ചിരി മുഖത്ത് വരുത്തി കുഞ്ഞിനെ നേരെ തിരിഞ്ഞു. അതിന്റെ കയ്യിലും മുഖത്തുമൊക്കെ തൊട്ടും തലയോടെയും കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. കുറച്ച് സമയം കടന്നുപോയി. ഫെബി ചോദിക്കുന്നതിന് 1-2 വാക്കിൽ മറുപടി എടുക്കുന്നുണ്ടെന്നല്ലാതെ വേറെ സംസാരങ്ങളൊന്നും നജീബിന്റെയോ നസ്രിയുടെയോ ഭാഗത്തൊന്നും ഉണ്ടായില്ല. കൂടുതൽ അവരെ നിർത്തി മുഷിപ്പിക്കാൻ ഫെബിക്കും തോന്നിയില്ല. പോരാത്തതിന് അവരുടെ സാമീപ്യം ആദിയിലും അലവസരം ഉണ്ടാക്കുന്നുവെന്ന് അവൻ മനസ്സിലാക്കി കുഞ്ഞിനെ തിരികെ കൊടുത്തുകൊണ്ട് പറഞ്ഞു വിട്ടു. ഫോട്ടോഷൂട്ട് തകൃതിയായി നടക്കുകയാണ്. പെണ്ണിനെയും ചെക്കിനേക്കാളും തിരക്ക് ബാക്കിയുള്ളവർക്കാണ്. കപ്പിൾ ഫോട്ടോസും സിംഗിൾ ഫോട്ടോസും ഒക്കെ എല്ലാവരും നിന്നും തിരിഞ്ഞും മറിഞ്ഞും എടുക്കുന്നുണ്ട്. ചുളിവിൽ റിൻഷയുടെ കൂടെ നിന്ന് ആശി ഒപ്പിച്ച് 2 ഭക്ഷണം കൂടി കഴിച്ചതോടെ അവിടുത്തെ പരിപാടികളെ താണ്ട് അവസാനിച്ചു. യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അതുവരെ ടെൻഷനൊക്കെ മറന്നിരുന്ന ആദിയുടെ നെഞ്ചിൽ നിന്നും വീണ്ടും ഭാരം വന്ന് നിറഞ്ഞു. ഏതാനും നിമിഷത്തിനകം എല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോകണം. അവളുടെ ഉള്ളിൽ നിന്നൊരു തേങ്ങലുയർന്നു. കണ്ണുകൾ നിറഞ്ഞു വരാൻ തുടങ്ങി. ആ മുഖം വാടിയത് കണ്ട് അവളുടെ കയ്യിലെ പിടുത്തം ഒന്നുകൂടെ പിടിമുറുക്കി ഫെബി. ചുവന്ന പരനീർ പൂക്കളാൽ അലങ്കരിച്ച ഒരു ലക്ഷറി കാറ് പെട്ടെന്നാണ് മുറ്റത്തേക്ക് കടന്നു വന്ന്. എല്ലാവരുടെയും നോട്ടം അതിലേക്ക് നീങ്ങി. ആദിക്കും ഫെബിക്കും ഷിയാബിന്റെ വക വിവാഹ സമ്മാനം. അവൻ കീ അവർക്ക് നേരെ ഉയർത്തി. ഫെബിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. ആദ്യമായി ഷിയാബ് സ്നേഹത്തോടെ തന്ന സമ്മാനം ഒറ്റയടിക്ക് വേണ്ടെന്ന് പറഞ്ഞ് നിരസിക്കാൻ വയ്യ. എന്നാൽ അങ്ങനെയൊന്നും അവൻ ആഗ്രഹിച്ചിട്ടുമില്ല. ആദിയുടെ അവസ്ഥ അതുതന്നെ. ഇക്കയുടെ സ്നേഹമല്ലാതെ സമ്പത്ത് ഒരിക്കലും അവൾ മോഹിച്ചിട്ടില്ല. അത്രയും സമയം കീ നീട്ടി പിടിച്ചിട്ട് അത് വാങ്ങിക്കാതെ 2 ഒരുപോലെ നിന്ന് സ്വപ്നം കാണുന്നുണ്ട്. ഷിയാബ് ഫെബിയുടെ കൈ പിടിച്ച് ചാവി അതിലേക്ക് വെച്ചു കൊടുത്തു. എടാ, ഇത് നിങ്ങൾക്കുള്ള എൻ്റെ വിവാഹ സമ്മാനമാണ്. നീ എൻ്റെ ആദ്യമല്ലാതെ മറ്റൊന്നും ഇവിടുന്ന് ആഗ്രഹിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഫെബി. ഇത് സ്വീകരിക്കുന്നുള്ള നിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാനിത് നിങ്ങൾക്കായി കരുതി വെച്ചതാണ്. സോ പ്ലീസ് സ്വീകരിക്കണമെന്ന് അവൻ കെഞ്ചി. ഫെബി ആദ്യം നോക്കി. സ്വീകരിച്ചോളാൻ അവൾ കണ്ണുകൾ കൊണ്ട് സമ്മതം നൽകി. അവൻക്ക് ഈ കൈപ്പിടിലൊന്ന് മുറുക്കി. ശേഷം ലോക്ക് തുറന്ന് ഡോർ ഓപ്പൺ ചെയ്തു. കലങ്ങിയ കണ്ണുകളോടെ ആദ്യം ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഇരുകവളിലും മാറി മാറി ചുംബിച്ചു. അവളെ പിടിച്ചു വെച്ച് ഉമ്മയും മുത്തങ്ങൾ കൊണ്ട് മൂടി. അവരും കരയുന്നുണ്ടായിരുന്നു. ഷിയാബിന്റെ നേർക്ക് തിരിഞ്ഞതും അവനവൾ ഇറുകെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ അമർത്തി ചുംബിച്ച് കരച്ചിൽ സങ്കോളം വന്നും അവിടെ തന്നെ പിടിച്ചു നിർത്തി. അവൻ കണ്ണുകൾ ഈറനണിഞ്ഞ് പരമാവധി അവൾ കാണാതെ മറച്ചു വെച്ചു. അവന്റെ ഷോട്ടിൽ നിന്ന് ചുംബിച്ച് അവൾ പിന്മാറി. ശേഷം ഷിഫയോടും ബാക്കി കുടുംബക്കാരോടും ഫ്രണ്ട്സിനോടുമെല്ലാം യാത്ര പറഞ്ഞു. അപ്പോഴേക്ക് ആ കണ്ണുകൾ ആഷിയെ തിരയുകയായിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് കുറച്ചു മാറി അവൻ നിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യം മാത്രം വന്നില്ല. കരഞ്ഞു പോകുമെന്ന് ഉറപ്പായിരുന്നു. അവൾ നോക്കുന്നത് തന്നെയാണെന്ന് മനസ്സിലായിട്ടും മേലിലെ ഉൾവലിഞ്ഞു വേഗത്തിൽ അകത്തേക്ക് ഓടിക്കയറി. ഡോർ തുറന്നിട്ടും കാറിൽ കയറാൻ ചുറ്റും നിരീക്ഷിക്കുന്നവളോട് ഫെബി കാര്യം അന്വേഷിച്ചു. ആഷി അവനെ കണ്ടില്ല. അപ്പോഴാണ് ഫെബിയും ഷിയാബും ഉമ്മയൊക്കെ അവനെക്കുറിച്ച് ഓർത്തു തന്നെ. എല്ലാവരും വിളിച്ചു തിരഞ്ഞെങ്കിലും ചുറ്റുവട്ടത്തേക്ക് അവനില്ലായിരുന്നു. ആദ്യക്കാണിൽ കാണാതെ പോകാൻ മനസ്സും വരുന്നില്ല. ഫെബിയോട് 1 മിനിറ്റ് എന്നും പറഞ്ഞ് കാറിന്റെ ഡോർ അടച്ച് അവൾ അവനെ അന്വേഷിച്ച് പോയി. താഴെ എല്ലായിടവും തപ്പിയിട്ട് കാണാതെ മുകളിലേക്ക് കയറി. മുഴുവൻ ബെഡ്റൂമിലും ബാത്റൂമിലും തിരഞ്ഞിട്ടും കാണാതെ ബാൽക്കണിയിലേക്ക് നടന്നു. മലർക്കെ തുറന്നിട്ട് ഡോറും കടന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ കണ്ടു.
കാൽച്ചുവട്ടിലേക്ക് മുഖം ചേർത്ത് വെച്ചിരിക്കുന്നവനെ അത് കണ്ടപ്പോഴേ അവിടെ നെഞ്ചു പിടച്ചു. മിണ്ടാതെ കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. ശേഷം ആ മുടിയിഴകളിലൂടെ ഒന്ന് വിരലോടിച്ചു. ആഷി, ഞാൻ പോട്ടെടാ ചോദിച്ചപ്പോൾ തേങ്ങിപ്പോയി അവൾ. മുഖമുയർത്തി നോക്കിയില്ലെങ്കിലും അതവന് കാണാമായിരുന്നു. അവൻ കണ്ണുകളൊന്നുകൂടി ഇറുക്കി ചിമ്മി. മുൻപത്തേനേക്കാൾ ശക്തിയിൽ കണ്ണുനീരൊഴുകിയിറങ്ങി. എടാ, ഞാൻ പോവാണെന്ന്, നീ ഒന്ന് എഴുന്നേൽക്ക്. മേലെ മുഖം പൊക്കി അവൻ ഷർട്ടിന്റെ കയ്യിൽ കണ്ണുകൾ തുടച്ചു. ചുണ്ടിലൊരു ചിരിയും വരുത്തി ഇരുന്നിടന്ന് എഴുന്നേറ്റ് അവളെ നോക്കി. ആദ്യാകെ വല്ലാതായി. ഇങ്ങനെ കണ്ടിട്ടില്ല ഒരു ആശയെ. അത്രയ്ക്ക് ചുവന്നിരിക്കുന്നവന്റെ കവിളുകളും മിഴികളും സഹിക്കാൻ കഴിയാതെ അവന്റെ നെഞ്ചിലേക്ക് വീണ് അവൾ വിതുമ്പി കരഞ്ഞു. അവൾ ഇറുകെ പുണർന്ന് അവനും കണ്ണുനീരൊഴുക്കി. എത്ര നേരം നിന്നിട്ടും അടർന്നു മാറാൻ രണ്ടുപേർക്കും മനസ്സ് വന്നില്ല. കാണാതെ പോയവനെ അന്വേഷിച്ചു പോയവളെയും കാണാനായിട്ട് പിന്നെ അവരെയും തിരക്കി ഫെബി ഷിയാബ് ഇറങ്ങി. അത് ചെന്ന് അവസാനിച്ച ബാൽക്കണിയിലും അവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രണ്ടിനെയും കണ്ട് അവർ പരസ്പരം നോക്കി. ശേഷം ഫെബി ചെന്ന് രണ്ടിനെയും ചെവിയിൽ പിടുത്തമിട്ടു. അത്യാവശ്യം വേദനിക്കുന്ന രീതിയിൽ തന്നെ തിരിച്ചു കൊടുത്തു. അതോടെ ഇളിച്ചുകൊണ്ട് രണ്ടും അകന്നു മാറി. ഫെബി അവനെ തുറുക്കനെ നോക്കി. ഞാനെന്താണ് ഇവിടെ കൊല്ലാൻ കൊണ്ടുപോകണോ? ഇങ്ങനെ കരഞ്ഞ് മോന്ത വീർപ്പിക്കാം? ആണുങ്ങളുടെ വില കളയാനായിട്ട് ഒരു സാധനം. ആശയൊന്നും പറഞ്ഞില്ല, വെറുതെ ഒന്നും ചിരിച്ചു കാണിച്ചു. ഫെബി അവന്റെ തോളിലൂടെ കൈയിട്ട് ഷിയാബിന് ആദിക്കൊപ്പം താഴേക്ക് ഇറങ്ങി. അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഒരു വട്ടം കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൾ ഫെബിയോടൊപ്പം കാറിലേക്ക് കയറി അവന്റെ സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു. വീടിന് പുറത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി ഫെബി അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മറു സൈഡിൽ ചെന്ന് ഡോർ തുറന്ന് ആദിക്ക് നേരെ കൈ നീട്ടി. ഫെബിയുടെ കയ്യിൽ കോർത്ത് പിടിച്ച് അവളും പുറത്തേക്ക് കടന്നു. ആളും ആരവങ്ങളുമായി തന്നെ അവളെ മുന്നോട്ട് ആനയിച്ചു. പുതിയ ജീവിതം സമാധാനം നിറഞ്ഞതാവണേ എന്ന പ്രാർത്ഥനയോടെ വലതുകാൽ വെച്ച് അവൾ അകത്തേക്ക് കയറി. ഉമ്മ അവർക്ക് മധുരം നൽകി. 3 മണി മുതൽക്കാണ് റിസപ്ഷൻ. സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി ഫെബി. റെയ്ഹാന്റെയും ഖാലിദിന്റെയും നജീബിന്റെയും ഒക്കെ നേതൃത്വത്തിൽ റൂമിൽ നിന്ന് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മറ്റു റൂമിൽ ബ്യൂട്ടീഷ്യൻ ആദിയെ അണിയിച്ചൊരുക്കുകയായിരുന്നു. അവർക്കൊരു സഹായത്തിനെന്നോണം സോനയും കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും തികഞ്ഞ അസൂയയും കുശുമ്പുമായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ. നിറയെ കല്ലും മുത്തും പതിപ്പിച്ച ഡാർക്ക് ഗ്രീൻ വെഡിങ് ഗൗണിൽ അതീവ സുന്ദരിയായി തിളങ്ങിയ ആദി. ആ സൗന്ദര്യത്തിൽ സോനയുടെ അവശേഷിച്ച മനസ്സമാധാനം കൂടി നഷ്ടപ്പെട്ടു. അവസാനഘട്ട മിനുക്കുമണികൾ നടക്കുമ്പോഴാണ് ഡോറിൽ മുട്ടുവീഴുന്നത്. കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോക്സ് ബെഡിലേക്ക് വെച്ച് സോന ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. മുന്നിൽ ഫെബി ലൈറ്റ് ഗ്രീൻ കളർ വെഡിങ് സ്യൂട്ടിൽ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു വന്ന് നിൽക്കുന്നവനെ കണ്ണെടുക്കാതെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അവൻ പക്ഷേ അത് ശ്രദ്ധിച്ചില്ല. മിഴികൾ പാഞ്ഞുപോയ തന്റെ പ്രാണനെ തേടിയാണ്. കണ്ണാടിക്ക് മുന്നിൽ പുറംതിരിഞ്ഞിരിക്കുന്നവളെ കണ്ടതും ചിരിയോടെ അകത്തേക്ക് കയറി. കഴിഞ്ഞില്ലേ? അവന്റെ ശബ്ദം കേട്ട് ആദിയുടെ മിഴികൾ ആ ഭാഗത്തേക്ക് ചലിച്ചു. ദാ ഇപ്പൊ കഴിയും. മറുപടി കൊടുത്ത ബ്യൂട്ടീഷ്യൻ ചേച്ചിയാണ്. ഷോൾ എടുത്ത് തലയിലൂടെ വിരിച്ചിടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടെ കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റു. എല്ലാം കറക്റ്റ് അല്ലേ എന്ന് ഫെബി ശരിക്കും പരിശോധിച്ചു. അതിനിടയിൽ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു അവര്. സോനക്കാവുന്ന അത്ര കണ്ട് ദഹിച്ചില്ല. കൂടുതൽ സമയം അവിടെ നിൽക്കാതെ മുറിവിട്ട് പോയി. അവൾക്ക് പിന്നാലെ ബ്യൂട്ടീഷ്യനും. ഒരു ഉമ്മ പോലും ചോദിച്ചാൽ തരില്ല. എണ്ണി തുടങ്ങിക്കോ നീ. ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. ഫെബിക്കാ വേണ്ടാന്ന് പറഞ്ഞ് കെഞ്ചിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല മോളെ. അന്ന് രാത്രി പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയോരം ചെന്ന് ഒന്നുകൂടി പറഞ്ഞവൻ. ആ ചുടുനിശ്വാസം കാതിൽ വന്ന് തട്ടിയതും അവളുടെ ശരീരമാകെ ഒരു കുളിര് പാഞ്ഞുപോയി. മിഴികൾ ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. വെറുതെ പറഞ്ഞല്ല, എന്നെ ഇട്ട് വട്ടുകളിപ്പിച്ചതിനെല്ലാം കൂടി കൂട്ടി ഇന്ന് ഞാൻ നിനക്ക് പകരം തരും, നോയിക്കോ. പറയുമ്പോൾ മുഖം നിറയെ കുസൃതിയായിരുന്നെങ്കിലും അവന്റെ കണ്ണുകളിൽ അടങ്ങാത്ത പ്രണയം അലയടിക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. ഇനി നിന്നാൽ ഇപ്പോൾ തന്നെ പണിയിട്ടുമെന്ന് പേടിച്ച് അവൾ വേഗം അവനെയും വിളിച്ച് പുറത്തേക്ക് നടന്നു. റിസപ്ഷൻ ഭംഗിയായി തന്നെ നടന്നുകൊണ്ടിരുന്നു. ഫെബി കൂടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും ആദിക്കുന്ന വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെട്ടു. പുതിയ സ്ഥലവും ആൾക്കാരും ഒന്നും പോരാത്തിന് തന്നെ വലതുഭാഗത്ത് ആശയില്ലാതെ ആദ്യമായിട്ടാണ് ഇങ്ങനെ. അവനെ ഓർത്ത് വിഷമിക്കാൻ തുടങ്ങിയതേയുള്ളൂ. സ്റ്റേജിലേക്ക് നടന്നടക്കുന്നവരെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ഫെബിയുടെ കൈവിട്ട് അവൾ മുന്നോട്ട് നീങ്ങി. അപ്പോഴേക്കും ആ ഒരു ആൾക്കരികിൽ എത്തിയിരുന്നു. വന്നപാടെ ആശ അവൾ ഇറുകെ കെട്ടിപ്പിടിച്ചു. പിന്നെയാണ് ഫെബിയെ പോലും മൈൻഡ് വെച്ചത്. ഉമ്മയും ഷിയാബും ഷിഫയും ബാക്കി ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു അവരുടെ കൂടെ. എല്ലാവരെയും കണ്ടപ്പോൾ ആദ്യം ഹാപ്പിയായി. സമയം അങ്ങനെ കടന്നുപോയി. ഫെബി കൂടെ ഓരോന്ന് പറഞ്ഞ് അവളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യം അത് കേട്ടുകൊണ്ടിരുന്നെങ്കിലും പിന്നീട് ഫെബിക്കാക്കി എന്ത് പണിയെടുക്കുന്ന അവൾ തിരിച്ച് ചിന്തിച്ചു തുടങ്ങി. രാത്രി വൈകോളം റിസപ്ഷൻ പരിപാടികൾ ഉണ്ടായിരുന്നു. പതുക്കെയാണ് എല്ലാവരും മടങ്ങിപ്പോയത്. വന്നവരോടൊക്കെ ചിരിച്ചു കാണിച്ചും വർത്തമാനം പറഞ്ഞും നിന്നും നടന്നും ഫോട്ടോക്ക് പോസ് ചെയ്തൊക്കെ നന്നേ തളർന്നുപോയിരുന്നു ആദ്യം. അവൾക്ക് മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. ബെഡ്റൂമിലേക്ക് ചെന്നപ്പോഴേ അതേപടി കട്ടിലേക്ക് കിടക്കാനാണ് തോന്നിയത്. എങ്കിലും സാധിക്കില്ല, അത്രക്ക് ഭാരമുണ്ട് ശരീരത്തിന്. കസിൻസിന്റെ സഹായത്തോടെ എല്ലാം അഴിച്ചു മാറ്റി ബാത്റൂമിലേക്ക് കയറി തലവഴി വെള്ളമൊഴിച്ചപ്പോഴാണ് ഒരിത്തിരി ആശ്വാസം ലഭിച്ചത്.
തിരികെ ഇറങ്ങിയപ്പോൾ റൂം ശൂന്യം. ബെഡിൽ കിടന്നിരുന്ന ഷോൾ എടുത്തണിഞ്ഞ് വെളിയിലേക്ക് നടന്നു. താഴെ നല്ല ഒച്ചപ്പാടുകൾ കേൾക്കുന്നു. അത് കാതോർത്തുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി. ആദ്യം തന്നെ കണ്ടത് നജീബിനെയാണ്. കണ്ണുകൾ തമ്മിലുടക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടം പിൻവലിച്ചു. ചതിയൻ സ്നേഹം നടിച്ചെന്നെ പറ്റിച്ച ഓർത്തപ്പോഴേ അടിമുടി വിറച്ചു അവൾക്ക്. അവനോടുള്ള പുച്ഛം വെറുപ്പിലേക്കെത്താൻ അധിക സമയം വേണ്ടി വന്നില്ല. അത് കാരണം അടുത്തിരിക്കുന്ന ഖാലിദിനോടോ റിഹാനോടോ എന്തിന് ഫെബിയോട് പോലും ഒരു അക്ഷരം മിണ്ടിയില്ല അവള്. വെറുതെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവിടുന്ന് പോയി. നജീബിനും പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. ആദിയുടെ ഉള്ളിൽ തന്നോട് ഉടലെടുത്ത വെറുപ്പിന്റെ ആഴം അതിനോടകം മനസ്സിലാക്കിയിരുന്നു. ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞ് അവനും വീട്ടിലേക്ക് തിരിച്ചു. അതോടെ ബാക്കിയുള്ളവർ എഴുന്നേറ്റ് അവരവരുടെ മുറികളിലേക്ക് നടന്നു. ഒന്ന് ഫ്രഷായി ഇറങ്ങിയിട്ടും ആദി ബെഡ്റൂമിലേക്ക് എത്താത്ത കാണാഞ്ഞ് അവളെയും തിരക്കി ഫെബി വീണ്ടും താഴേക്ക് ചെന്നു. ഡൈനിങ്ങിൽ കുട്ടികളുടെ നടുവിലായിരുന്നു കത്തിവെക്കുന്നവളെ കണ്ട് അവനൊന്ന് തൊണ്ടയനക്കി. അത് കേട്ട് അവൾ മുഖമുയർത്തി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു പ്രത്യേകതരം നോട്ടത്തോടെ ചൊടിയിലെ ചിരിയിൽ വശ്യം നിറച്ച് പറഞ്ഞുകൊണ്ട് അവൻ കിച്ചൺ ലക്ഷ്യം വെച്ച് നടന്നു. ഉമ്മ, ഒരു കട്ടൻ ചായ കിട്ടുമോ? നല്ല തലവേദന. ആദ്യം അവൻ പോയ വഴിയെ നോക്കി. ഇതാ എന്താ ഫെബിക്കാകെ പറഞ്ഞിട്ട് പോയത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്തിനു സമയം തുടങ്ങാൻ പോകുന്ന എനിക്ക് മനസ്സിലായില്ല. ഇതാ പറയുന്നത് മക്കളെ ഒന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കരുതെന്ന്. മോളെ, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിന്റെ ഇക്കാക്ക് മാത്രമേ അറിയൂ. എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല. പെരുമ്പറ മുഴങ്ങും നെഞ്ചിലും തടവിക്കൊണ്ട് അവൾ പറഞ്ഞു. ആണോ? എന്നാ ഞാൻ പോയി റേക്കാനോട് ചോദിച്ചോക്കട്ടെ. പറഞ്ഞുകൊണ്ട് അവൾ സെറ്റിൽ നിന്ന് ചാടി ഇറങ്ങി. പടച്ചോനെ! ആദ്യം രണ്ട് കൈ കൊണ്ട് കുട്ടിയെ വട്ടം പിടിച്ചു. വേണ്ട മോളെ വേണ്ട. അതെന്താന്ന് വെച്ചാലേ സമയം കുറേ വൈകിയല്ലോ. പോയി കിടന്നുറങ്ങാനൊക്കെ പറഞ്ഞ് വേറൊന്നല്ല. ചെല് മോള് പെയ്ക്കോ. ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കി അവളെ കിടക്കാനായി പറഞ്ഞു വിട്ട് ശ്വാസം നേരെയാക്കിയപ്പോഴാണ് ഫെബി വീണ്ടും തിരികെ വരുന്നത്. അവളെ ഒന്ന് ഇരുത്തി നോക്കി അവൻ സ്റ്റെയർ കയറി. അവളുടെ ഉള്ളിൽ നേരത്തേനേക്കാൾ ആന്തൽ വർദ്ധിച്ചു. മോളെ, ആദി! ഉമ്മ വിളിച്ചതും അവൾ മുഖമുയർത്തി. കയ്യിലൊരു പാൽ ഗ്ലാസുമായി നിൽക്കുന്ന കണ്ട് അവൾ ഇരുന്നിടന്ന് എഴുന്നേറ്റു. ദാ മോളെ, ചെല്ല് മുറിയിലേക്ക് പോയിക്കോ. പാൽ ഗ്ലാസ് നീട്ടിക്കൊണ്ട് ഉമ്മ പറഞ്ഞു. ആദി നിന്ന് പരിങ്ങി. ഫെബിക്കാക്ക് ഒരു പണി കൊടുക്കാൻ നേരത്തെ വിചാരിച്ചാണ്. പോരാതിന് കുറെ നേരം ഇവിടുന്ന് ഷോ നടത്തുന്നു. ഇത് പറ്റിയ അവസരം മനസ്സിലോർത്തുകൊണ്ട് അവൾ അഭിനയം തുടങ്ങി. ആദ്യം ഒന്നുകൂടി ഉമ്മയോട് അടുത്തു. മുഖത്ത് പരമാവധി നിഷ്കുഭാവം വരുത്തി മെല്ലെ അവളുടെ കയ്യിൽ പിടിച്ചു. എന്തു പറ്റി? മോളുടെ മുഖം എന്താ വല്ലാണ്ട്? ആഷി കൂട്ടില്ലാത്ത വിഷമാണോ? അതല്ല ഉമ്മ, ഫെബിക്ക. അവൾ ബാക്കി പറയാൻ മടിച്ചു. ഫെബിയോ? അവൻ എന്ത് ചെയ്തു? ഉമ്മ അവളെ തന്നെ മെഴിച്ചു നോക്കി. എനിക്ക് പേടിയാ, ഇക്കെന്നെ വഴക്ക് പറയും. തീരെ സ്നേഹമില്ല എന്നോട്. അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ കൂടെയാ കിടക്കുന്നത്. ആദ്യം പറഞ്ഞു കേട്ട് അവർ ചെറുതായി ഞെട്ടി. എൻ്റെ കൂടെയോ? അതെങ്ങനെ ശരിയാകും മോളെ? ഇന്ന് നീ അവൻ്റെ കൂടെയല്ലേ വേണ്ടത്? എന്നെ കൈ കിട്ടിയാൽ നിങ്ങളുടെ പുന്നാരമോ എന്നെ ബാക്കി വെച്ചേക്കൂലമ്മ എന്നവളുടെ മനസ്സ് വിളിച്ചു പോയി. ഇല്ല, എനിക്ക് പേടിയാ, ഞാൻ ഇന്ന് പോവില്ല. ഉമ്മയുടെ കയ്യിൽ അവൾ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. എന്താ ഇവിടെ? സാസിലേക്ക് ഉപ്പയുടെ എൻട്രി. അത് മോളിന്ന് എൻ്റെ കൂടെയാ കിടക്കുന്നെന്ന്. ഫെബിയുടെ അടുത്തേക്ക് പോകാൻ പേടിയാത്രേ. അവ ആവശ്യമില്ലാതെ വഴക്ക് പറയുന്നു. ഉമ്മ ഉപ്പയോട് കാര്യം പറയുന്ന ഗ്യാപ്പിൽ ആദ്യ കണ്ണിൽ വിരലിട്ട് കുത്തി വെള്ളം വരുത്തിച്ചു. നോട്ട് അവളിലേക്ക് എത്തി ഉപ്പാകെ സാധാവും തോന്നി. കാണും, സ്വഭാവം അതാണല്ലോ അവൻ്റെ. ആദിക്ക് സപ്പോർട്ട് എന്ന പോലെ ഉപ്പയും പറഞ്ഞു. ആദ്യമായിട്ട് ഉമ്മയ്ക്ക് ചെറുതായി ദേഷ്യം വന്നു. എന്ന് വെച്ച് ഇവളെ എൻ്റെ കൂടെ അണകിടത്തേണ്ടെന്ന് ഉമ്മ ഉപ്പയെ ഉരുട്ടി നോക്കി. അതുകൊണ്ട് ഉപ്പാകെ ചിരി വന്നെങ്കിലും പുറത്തേക്ക് കാണിച്ചില്ല. നേരെ ചെന്ന് മുകളിലത്തിൽ നിലയിലേക്കുള്ള കോളിംഗ് ബെല്ല് വിരലമർത്തി. അതിന്റെ ശബ്ദം കേട്ട് ഓരോ മുറിയിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി. താഴേക്ക് ഒരാൾ അവിടെ തന്നെ നിന്ന് എത്തി നോക്കി. ഫെബി, ഇങ്ങോട്ട് വാ. അവനെ വിളിച്ചിട്ട് ബാക്കിയെല്ലാവരും തിരികെ റൂമിലേക്ക് തന്നെ കയറി. എന്തോ ഇപ്പൊ? അവർക്കരികിലെത്തിയത് അവൻ കാര്യം തിരക്കി. നീ എന്താണ് ഈ കുട്ടിയെ ചെയ്ത്? നിന്റെ ദേഷ്യം മുഴുവൻ അവിടെ മെക്കിട്ടാണ് നീ തീർക്കാറ്? ഗൗരവത്തോടെയുള്ള ഉപ്പയുടെ ചോദ്യം കേട്ട് ഫെബി അന്തിച്ചു നിന്നു. ആ മട്ടും ഭാവം കണ്ട് ഉമ്മാക്ക് പുറകിൽ നിന്ന് ഒരുത്തി അവനെ ആക്കി ചിരിക്കുകയായിരുന്നു. അതവൻ കണ്ടു. പണി വരുന്നുണ്ട് അവറാച്ചോ. മൈൻഡ് സെറ്റ് അലർട്ടിട്ടു. എന്താടാ മറുപടിയില്ലേ നിനക്ക്? ഉപ്പ, അത് ഞാൻ. അവന് വാക്കുകൾ പുറത്തു വന്നില്ല. ഇനി നോണ പറഞ്ഞ് അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ട. മോളിന്ന് ഉമ്മയുടെ കൂടെ കിടക്കുന്നത് അത് പറയാനപ്പോ വിളിച്ച്. ഉപ്പ പറഞ്ഞു കേട്ട് രണ്ട് ഉൽക്കകൾ ഒരുമിച്ച് തലയിലേക്ക് വന്ന് പതിച്ച പോലെ തോന്നി അവന്. ആദ്യം ചിരി അടക്കി വെക്കാൻ സാധിക്കാതെ വന്നിട്ട് അവൾ വായ മുറുക്കെ പൊത്തിപ്പിടിച്ചു. അവൾ കാര്യമായിട്ട് എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. പേടിയാണെങ്കിൽ വരണ്ട, ഉമ്മയുടെ കൂടെ കിടന്നോട്ടെ ഇന്ന്. അല്ല അപ്പം ഞാനെന്ത് ചെയ്യാനാ? പറയുമ്പോഴും അവൾക്കുള്ള മറുപടി ആലോചിക്കായിരുന്നു അവൻ. ഉമ്മ അവളെയും വിളിച്ച് അവരുടെ മുറിയിലേക്ക് പോയി. ഫെബി മുകളിലേക്കും. അവന് നല്ല വിഷമം തോന്നി. എത്ര ദിവസത്തെ കാത്തിരിപ്പായിരുന്നു. കുരിപ്പ് ഇങ്ങനെ ഒരു പണിയിരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആലോചിച്ച് വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് വാതിലെടുത്ത് വന്ന് ഉപ്പ വിളിക്കുന്നത്. അവൻ ഉപ്പയെ നോക്കി. അങ്ങനെ കിട്ടണടാ നിനക്ക്. കല്യാണം ഇപ്പോഴൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയതല്ലേ. ആദ്യ രാത്രി തന്നെ കൊളായി. നല്ലോണം കിടന്നുറങ്ങിക്കോ.
ഓടി നടന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. വന്നു ഉപ്പ് വരെ ട്രോളി തുടങ്ങി. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല. പറഞ്ഞ പോലെ ആ ക്ഷീണം അങ്ങോട്ട് മാറട്ടെ. സ്വയം പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് മറിഞ്ഞു. കണ്ണുകളടച്ചപ്പോഴും ആദിയുടെ മുഖമായിരുന്നു മനസ്സ് മുഴുവൻ. അവളുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഉമ്മയുടെ അടുത്ത് സ്ഥാനം പിടിച്ചെങ്കിലും മനസ്സ് മുഴുവൻ ഫെബിയായിരുന്നു. പാവം, ഒരുപാട് കാത്തിരുന്നതായിരിക്കില്ലേ ഈ ഒരു നിമിഷത്തിന് വേണ്ടി. ഉമ്മ എപ്പോഴേ ഉറക്കം പിടിച്ചിരുന്നു. തിരിഞ്ഞു മറിഞ്ഞു കിടന്ന അവളും സമയം നീക്കി. അതേസമയം ആദ്യം ഓർത്ത് മറ്റൊരിടത്തൊരാൾ നീറുന്നുണ്ടായിരുന്നു. നജീബ്. അവളോടൊന്ന് മനസ്സുറക്കണം തോന്നിയവന്. കേൾക്കാൻ കൂട്ടാക്കുമോ എന്നറിയില്ല. എങ്കിലും ഉള്ളിലെ ഭാരം ഇറക്കി വെക്കണം. ഒരു നെടുവീർപ്പോടെ കഴിഞ്ഞൊക്കെ ആലോചിച്ച് അവനങ്ങനെ കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.